മേപ്രാൽ വടവടി പാടശേഖരത്ത് കൊയ്തെടുത്ത നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. 160 ഏക്കറിൽ നിന്നായി 200 ടണ്ണോളം നെല്ലാണ് കൊയ്തെടുത്തിട്ടുള്ളത്. സംഭരണത്തിന് മില്ലുടമകളെത്തി. എന്നാൽ പതിര് കൂടുതലാണെന്ന കാരണം പറഞ്ഞു മടങ്ങി. കൊയ്യുന്നതിനൊപ്പം ശക്തിയായി ഫാൻ പ്രവർത്തിപ്പിച്ചാൽ പതിര് കളയാനാകും. എന്നാൽ ഇവിടെ ഉപയോഗിച്ച യന്ത്രങ്ങൾക്ക് പ്രവർത്തന മികവ് പോരായിരുന്നു. വീണ്ടും പതിര് പിടിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ മില്ലുടമകൾ ആരും തന്നെ ഇതിന് തയ്യാറാകുന്നില്ലത്രേ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ നെല്ല് പാലക്കാട് ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് സംഭരണ അവിടെ ഗോഡൗണൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവർക്ക് നെല്ല് സംഭരിക്കണമെന്ന് വലിയ താല്പര്യമില്ല. പിന്നെ ഇച്ചിരി പതിരിൻ്റെ പ്രശ്നവും ഇവിടെ പറയുന്നുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. ഇതുവരെ ഈ നെല്ല് സംഭരിക്കാനുള്ള സംവിധാനം ഇതുവരെ ഈ സർക്കാർ ഇതുവരെ ചെയ്യുന്നില്ല. വായ്പയെടുത്ത് കൃഷി ചെയ്തവരാണ് വടവടി പാടശേഖരത്തിലെ കർഷകരിലധികവും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ശക്തമായ വേനൽ മഴയാണ്. മഴ തുടർന്നാൽ നെല്ല് കിളർക്കും. ഇപ്പോൾ തന്നെ ഉള്ള കൃഷിക്കാർ നിലം അടുത്ത കൊല്ലം കൃഷി ചെയ്യുന്നില്ല, അല്ലെ പാട്ടത്തിന് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള കിംവദന്തിയല്ല, യഥാർത്ഥമായി അവരുടെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് പറയുന്നതാണ്. ഇത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ബാങ്കിൽ ലോണ് പണയം വെച്ചിരിക്കുന്നത് ഇതെല്ലാം നഷ്ടത്തിലാവും. അപ്പർ കുട്ടനാടൻ മേഖലയിലെ തന്നെ കോടങ്കേരി, ചാത്തൻകേരി പാടശേഖരങ്ങളിൽ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. വളവനാരി, മനകേരി പാടശേഖരങ്ങളിലെ കൊയ്ത്ത് 2 ദിവസത്തിനകം പൂർത്തിയാവുകയും ചെയ്യും. വടവടിയിലെ സംഭരണം വൈകുന്നത് മറ്റിടങ്ങളിലെ കർഷകരെയും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.